ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വീടിന് ചുറ്റുമായിട്ടുള്ള സ്ഥലത്താണ്. നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു ചെറിയൊരു കുളമുണ്ട്. അതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഒരു ചെറിയ തോട് പോലെ ഉണ്ട്. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് അത് നല്ലപോലെ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഒന്ന് നമുക്ക് കാണാം. കണ്ടോ, നല്ല അടിപൊളി ഒരു തോടാണ് ഇവിടെ ഉള്ളത്. നല്ല ഒഴുക്കുണ്ട്. ഇത് നമ്മൾ അപ്പുറത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട ഒരു ചെറിയൊരു പാലം പോലെയാണ്. അതിപ്പോൾ കവിഞ്ഞ് ഒഴുകുന്നുണ്ട്. ഇനി കുറച്ചും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിലേക്കൊക്കെ വെള്ളം കയറും. അപ്പം ഞാൻ കുറച്ച് വീഡിയോസ് കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ തോട്, ചെറിയൊരു തോട് നമ്മുടെ വീടിൻ്റെ പറമ്പിന് കുറച്ച് ഫ്രണ്ടിലായിട്ടുള്ളത്. അതിനുശേഷം ഇവിടെ ഒരു കുളം, പിന്നെ ഇവിടെ നമ്മുടെ കൃഷിയും കാര്യങ്ങളൊക്കെ. ഇത് നമ്മുടെ ചെറിയ കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. ചീനി, തെങ്ങ്, വാഴ, ചേമ്പ്, ഇഞ്ചി, മഞ്ഞൾ. അതാണ് നമ്മുടെ വീട്. അവിടെ നിന്ന് ഇത്രേ ദൂരമേ ഉള്ളൂ നമ്മൾ ആ കാണിച്ച ചെറിയ തോട്ടിലേക്ക്. നല്ല പ്രകൃതി രമണീയമായ അന്തരീക്ഷം. മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല രസമാണ്. ഇനിയിപ്പോൾ കുറച്ചും കൂടിയൊക്കെ വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നിൽക്കുന്ന തെങ്ങിൻ്റെ അടുത്ത് വരെയൊക്കെ വെള്ളം വരാറുണ്ട്, നല്ല മഴയൊക്കെ പെയ്യുന്ന ടൈമിൽ. ഇനി വേറൊരു കാര്യം കാണിച്ചു തരാം ഞാൻ. ഇതാണ് ഞാൻ പറഞ്ഞ കുളം. ഇത് നമ്മൾ മീൻ വളർത്താൻ വേണ്ടി ഇപ്പോൾ കുറച്ച് നാളായിട്ട് കുഴിച്ചൊരു കുളമാണ്. നമ്മളിതിനകത്ത് മീനൊന്നും ഇട്ടിട്ടില്ല, കാരണം ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഇത് കണ്ടില്ലേ, വെള്ളമെല്ലാം അങ്ങ് നിറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് മഴയൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം വേണം മീനെയൊക്കെ ഒന്ന് മേടിച്ചിടാൻ. നമുക്ക് വീട്ടിൽ തന്നെ മീനൊക്കെ വളർത്തി മീനൊക്കെ പിടിച്ച് കഴിക്കാം. അപ്പോൾ വീഡിയോസ് എല്ലാം പുറകെ വരുന്നതായിരിക്കും. സുധേണ്ണ ഇവിടെ അവളെ എടുത്തോണ്ട് നിൽപ്പുണ്ട്. ഇപ്പം നമ്മൾ ആ കണ്ട തോട് വരുന്ന കുളത്തിൽ നിന്ന് ഒഴുകി വരുന്നതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് പാടമാണ്. അപ്പോൾ വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നല്ല ഒഴുക്കുള്ള വെള്ളമായിരിക്കും. മഴക്കൊന്നും ഉണ്ടാവില്ല. പിന്നെ വെള്ളം ഇല്ലാത്ത ടൈമിൽ കെട്ടിക്കിടക്കുന്നതുകൊണ്ട് ചെറിയ അഴുക്കൊക്കെ ഉണ്ടാവും. പക്ഷേ മഴക്കാലത്തേക്ക് ആകുമ്പോൾ ഒഴുകി പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അത്യാവശ്യം നല്ല മീനും ഉണ്ടാവും. ഒഴുകി വരുന്ന വെള്ളം ആയതുകൊണ്ട് നല്ലപോലെ മീനും ഉണ്ടാവും. പിന്നെ ഇവിടെ എല്ലാ വീടുകളിലും വീട് ഒരു കുളം ആ ഒരു രീതിക്കാണ് എല്ലായിടത്തും ഉണ്ടാവും.
ഇപ്പോൾ ഈ കാണുന്നതാണ് ഞങ്ങളുടെ മഞ്ഞളും ഇഞ്ചിയും നട്ടിരിക്കുന്നതാണ്. കുറച്ചേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ അത്യാവശ്യത്തിന്. ഇതിനു മുന്നേ നമ്മളൊരു വീഡിയോ എടുത്തില്ലായിരുന്നോ, ശുദ്ധമായ മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞത്? അത് കഴിഞ്ഞ വർഷത്തെ മഞ്ഞൾ പറിച്ച് നമ്മൾ ചെയ്തതാണ്. അതുപോലെ തന്നെ ഈ വർഷവും നമ്മൾ നട്ടിട്ടുണ്ട്. വർക്കാറില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.